ബദറിന്റെ രണാങ്കണത്തിൽ നടക്കുന്ന ഒരു രംഗമാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്ന സന്ദർഭമാണ്. ഓരോ സ്വഹാബികളും വ്യത്യസ്തമായ ജോലികളിലാണ്. ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചില ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട്, ചില ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്, ചില ആളുകൾ വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട്, ചില ആളുകൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട്. വ്യത്യസ്തമായ ധർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളെപ്പോലെ വിശാലമായ സ്വർഗലോകമിതാ നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക, ആ സ്വർഗത്തിനായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. ഈ പ്രസംഗം ചെറുപ്പക്കാരനായ ഒരു സ്വഹാബി മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഅർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളോളം വിശാലമാണോ ശരിക്കും ഈ പറഞ്ഞ സ്വർഗം? അവർക്ക് സ്വർഗത്തെക്കുറിച്ച് വല്ല സംശയവുമുണ്ടോ? ഒരു സംശയവും സ്വർഗത്തെക്കുറിച്ച് ഇല്ലാത്തവരാണ് സ്വഹാബികൾ. പിന്നെ എന്തിനാ ഈ ചോദ്യം? സ്വർഗത്തെക്കുറിച്ച് എത്ര കേട്ടാലും മതിവരാത്ത മനസ്സിന്റെ ഉടമകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ. സ്വർഗത്തിന്റെ വിശേഷങ്ങളായതുകൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത ഒരു മനസ്സ്, അത് വിശ്വാസിയുടെ മനസ്സ്. ആ മനസ്സാണ് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ശരിക്കും ആകാശഭൂമികളോളം വിശാലമാകുന്നുവോ ഈ സ്വർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞു, അതെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ്. ഫഇന്നക മിൻ അഹ്ലിഹാ, ഫഇന്നക മിൻ അഹ്ലിഹാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടതാണ് ഇതുപോലെ ഒരു വാക്ക്. ഹബീബായ മുത്ത് നബിയെ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ നുബുവത്തിന്റെ വെളിച്ചമുള്ള നാവിൽ നിന്ന് കേൾക്കാൻ എത്ര വലിയ ഭാഗ്യവാനാണ് ഉമൈർ റളിയല്ലാഹു തആല അൻ. ചെറുപ്പക്കാരനാണ്. ആ യുവാവിനോടാണ് ഹബീബ് പറയുന്നത്, ഫഇന്നക മിൻ അഹ്ലിഹാ, മോനെ, നീ ആ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇതിൽ പരം ഒരാൾക്ക് എന്തു വേണം? റിസാലത്തിന്റെ പ്രകാശമുള്ള നാവുകൊണ്ട്, നുബുവത്തിന്റെ തെളിച്ചമുള്ള ജിഹ്വ കൊണ്ട് ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഫഇന്നക മിൻ അഹ്ലിഹാ, തീർച്ചയായും നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. പിന്നെ എന്താണ് ആ മനുഷ്യന് വേണ്ടത്? ഇതിനേക്കാൾ വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാണ്? ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ നാണമുണ്ടായി. അതാണ് നമ്മൾ സംസാരിക്കുന്ന ലജ്ജ. അവിടെ നിന്ന് പറയുകയാണ്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഉമ്മ എൻ്റെ കയ്യിൽ കരുതാൻ തന്ന കുറച്ച് കാരക്ക എൻ്റെ കയ്യിലുണ്ട്. അല്ലാഹുവേ, സ്വർഗലോകമിതാ എന്നെ മാടി വിളിക്കുകയാണ്. ജന്നാത്തുൽ ഫിർദൗസ് എന്നെ മാടി വിളിക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഇനിയും ഞാൻ കാരക്ക തിന്നുകൊണ്ട് ഭൂമിയിൽ ഇരിക്കുന്നത് നാണക്കേടല്ലയോ തമ്പുരാനെ? അതാണ് ഈ പറഞ്ഞ ലജ്ജ. സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ മുന്നിൽ തുറന്നു കിടക്കുമ്പോ അത് ഉപയോഗപ്പെടുത്താതെ
ആ കവാടത്തിലൂടെ എത്രയും വേഗം കടന്നു പോകാൻ നോക്കാതെ ദുനിയാവിൻ്റെ നിസ്സാരമായ സുഖങ്ങളിൽ, ദുനിയാവിൻ്റെ നിസ്സാരമായ ആസ്വാദനങ്ങളിൽ എൻ്റെ ഹൃദയം കുരുങ്ങിപ്പോവുകയോ അത് നാണക്കേടാണ് തമ്പുരാനെ. കാരക്ക ഒരു ഭാഗത്തേക്ക് നീക്കിവെച്ചു, യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. ഫസാറ അവ്വല ഷഹീദ് ബിമഅറകതി ബദർ. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന് വേണ്ടി ചോര ചിന്തിയ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരാണ് സയ്യിദുനാ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു. ഇതാണ് ഈ പറഞ്ഞ ലജ്ജ. നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അത് ചാടിപ്പിടിക്കണം, അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ നാണിക്കണം. മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പലപ്പോഴും അവിടുത്തെ നസീഹത്തുകളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അവസരങ്ങൾ നമ്മുടെ മൂക്കിന് മുന്നിലൂടെ ഓടിപ്പോകും. ശംസുൽ ഉലമാ തങ്ങളുടെ ഒരു ശൈലിയാണ്, അവസരങ്ങൾ നമ്മുടെ മൂക്കിന് മുന്നിലൂടെ ഓടിപ്പോകും, അത് നമ്മൾ ചാടിപ്പിടിക്കണം എന്നാണ് ഉസ്താദ് പറയുക. അത് വല്ലാത്തൊരു പോയിന്റാണ്, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 2 ആഴ്ച മുമ്പ് ഈ വിനീതൻ സേവനം ചെയ്യുന്ന തെക്കൻ കേരളത്തിലെ കോട്ടയം നഗരത്തിലെ ജുമാ മസ്ജിദിലേക്ക് റൂമിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഇവിടെ വന്നപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഉമ്മാക്ക് രോഗമാണ്, കുടുംബത്തിലെ പലർക്കും രോഗമാണ്, അവർക്കൊക്കെ അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. ഈ സഹോദരൻ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്, കീമോ കഴിഞ്ഞു, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സെന്റ് ഭൂമിയില്ല, സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല, വീടോ വസ്തുവോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ മഹല്ലിൽ തന്നെയുള്ള നല്ലവനായ ഒരു ഡോക്ടർ എനിക്കൊരു 3 സെന്റ് സ്ഥലം വീട് വെക്കാൻ വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട്. ഡോക്ടറുടെ വീടിൻ്റെ അടുത്തു തന്നെ ആ 3 സെന്റ് സ്ഥലത്തൊരു വീട് വെക്കാൻ ഗവൺമെന്റിൽ നിന്ന് വല്ല സഹായങ്ങളും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ അപേക്ഷയുമായി പോയി. അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് വീടിനാവശ്യമായ തറ കെട്ടി ആ തറയുടെ ഫോട്ടോ സഹിതം വേണം വീടിനു വേണ്ടി സഹായത്തിനു വേണ്ടി അപേക്ഷിക്കാൻ. അങ്ങനെ വന്നതാണ് ആ മനുഷ്യൻ. അയാൾ പറഞ്ഞു, എനിക്ക് തറ കെട്ടാൻ എൻ്റെ കയ്യിൽ 5 കാശില്ല, ഭാര്യയെ ചികിത്സിക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെടുകയാ, അതുകൊണ്ട് ഒന്ന് പള്ളിയിൽ ഉണർത്തുമോ? ജുമുഅയുടെ സമയത്ത് സത്യവിശ്വാസികൾ ധാരാളം വന്നുകൂടുമ്പോ അവരോട് എൻ്റെ സങ്കടങ്ങളൊന്ന് ഉണർത്തുമോ? ജുമുഅയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ വിഷയം പറഞ്ഞു. നാട്ടുകാർ വിശാലമായ മനസ്കഥ കാണിച്ചു. ഈ മനുഷ്യന് തറ കെട്ടാനുള്ള കാശ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞു പോകുമ്പോൾ കിട്ടി എന്ന് ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ വന്ന് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ വിചാരിച്ചു, തറ കെട്ടി, ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടി, ചെറിയ തോതിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ, ആശ്വാസം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രാത്രിയാകുമ്പോൾ 2 ചെറുപ്പക്കാർ റൂമിലേക്ക് കയറി വരുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളൊരു പ്രത്യേകമായ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അത് ഉസ്താദിനോട് പറയാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല, അത് ഒരാളോട് പങ്കുവെക്കാതെ ഞങ്ങൾക്കിനി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത് ഈ നാട്ടുകാരനായ നമ്മുടെ അയൽവാസിയായ നമുക്കേവർക്കും പരിചയ സമ്പന്നനായ ആ സാധുവായ മനുഷ്യന്റെ കഥ പറഞ്ഞല്ലോ. ഏതാണ് ആ മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല.
നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ഒരാൾ വീടില്ലാതെ വസ്തുവില്ലാതെ കഷ്ടപ്പെടുമ്പോ, ഭാര്യയെ ചികിത്സിക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? നമ്മൾ എങ്ങനെയാണ് സുഖമായി കിടന്നുറങ്ങുക? നമ്മൾ എങ്ങനെയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുക? ഞങ്ങൾക്ക് നാണം തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ മനുഷ്യന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സഹായത്തിന് പുറമെ വീടുപണി പൂർത്തീകരിക്കാൻ എത്രയാണോ കാശ് ആവശ്യമായി വരുന്നത് അത് മുഴുവനും ഞങ്ങൾ കൊടുക്കാം. ആ ചെറുപ്പക്കാർ പറഞ്ഞ വാക്കിലാണ് ഈ വിഷയത്തിന്റെ മർമ്മം ഇരിക്കുന്നത്. അവരെന്താ പറഞ്ഞത്? നമ്മുടെ അയൽപ്പക്കത്തൊരാൾ കിടന്ന് കഷ്ടപ്പെടുമ്പോ, വീടില്ലാതെ വസ്തുവില്ലാതെ ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ നാണമാണ്. വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയാണ്. സുബ്ഹാനല്ലാഹ്, ആ ലജ്ജയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ദീൻ എന്ന് പറയുന്നത്. ആ ലജ്ജ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നതിന്റെ പേരാണ് മതം എന്ന് പറയുന്നത്.